വൺസ് അപ്പോൺ എ ടൈമിന്റെ അതിഥികളായി പലപ്പോഴും എത്തിയിട്ടുള്ളത് കൂടുതലും ചിരി എന്ന മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. പഴയ കാലം തൊട്ട് നമ്മുടെ മലയാള സിനിമകൾ എടുത്താൽ മലയാള സിനിമയിൽ എപ്പോഴും ഇച്ചിരി നല്ല ആരോഗ്യവും തണ്ടും തടിയൊക്കെ ഉള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവരെ ഒന്നുകിൽ വില്ലന്മാരാക്കും, അല്ലെങ്കിൽ അവര് വില്ലന്റെ അനുചരന്മാരായിട്ടുള്ള വേഷങ്ങളൊക്കെ കൊടുക്കും. പക്ഷെ ഡയാന ജീവിതത്തിൽ പോയിട്ടുണ്ടാവില്ല, നമ്മുടെ ഷൂട്ടിങ്ങിന്റെ ആവശ്യത്തിനോ അല്ലാതെയോ, അല്ലെങ്കിൽ ഡയാന കാണുന്ന പത്രവാർത്തകളിലോ എടുത്തിട്ട് ക്രിമിനൽ എന്ന് പറയുന്ന ക്രിമിനൽസിനെ നോക്കുക. ജയിലിൽ കിടക്കുന്ന ആളുകളായിക്കോട്ടെ പത്രവാർത്തയിലായിക്കോട്ടെ, നിങ്ങൾ ഒരിക്കലെങ്കിലും പോയി കണ്ടവർക്കറിയാം അവിടെയുള്ള ഒരാളുടെയും മുഖം സിനിമയിൽ കാണുന്ന ഇത്തരത്തിലുള്ള വേഷങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ മുഖം പോലെയല്ല. ചെറിയ വള്ളി പോലുള്ള സാധാരണ മുഖമുള്ള വളരെ പാവം തോന്നുന്ന ആൾക്കാരാണ് അവിടങ്ങളിൽ കാണിക്കുന്ന ഇങ്ങനെയുള്ള വിക്രീഡിതകളൊക്കെ കാണിക്കുന്നത്. പക്ഷെ സിനിമയിൽ എന്തുകൊണ്ടോ പണ്ട് തൊട്ടേ നല്ല വില്ലനായിട്ടൊക്കെ കാസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കണ്ടാൽ ഭയങ്കര ഒരു വില്ലൻ എന്ന് പറയുന്ന ആളായിട്ടാണ് കാസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരുപാട് നടന്മാരെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ പരിചയപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലെ വിഗ്രഹം ഉടയുക എന്ന് പറയില്ലേ, അങ്ങനെ ഉടയുന്ന, നർമ്മം ഇഷ്ടപ്പെടുന്ന, നർമ്മം പറയുന്നവരെ ഇഷ്ടപ്പെടുന്ന, വളരെ സരസമായി സംസാരിക്കുന്ന, വളരെയധികം മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരുപാട് നല്ല വ്യക്തികളാണ് ഭൂരിപക്ഷം ഇത്തരത്തിലുള്ള വേഷങ്ങൾ കിട്ടിയിട്ടുള്ള ആൾക്കാരും. അതിലൊരാൾ മലയാള സിനിമയിലെ ഒരുപാട് വർഷമായിട്ട് നിറ സാന്നിധ്യമായിട്ടുള്ള ഒരാൾ, നിരവധി നല്ല കഥാപാത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരാൾ, ഈ അടുത്ത കാലത്തായി ഒരുപാട് നല്ല ഹാസ്യ കഥാപാത്രങ്ങളും അതുപോലെ തന്നെ ചെയ്തിട്ടുള്ള ഒരു നടനാണ്. ഏറെ സ്നേഹത്തോടെ, ഏറെ ആദരവോടെ, ബഹുമാനത്തോടെ നമ്മുടെ വൺസ് അപ്പോൺ എ ടൈമിന്റെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ അബു സലീം. നമസ്കാരം. അബുക നിയമം തെറ്റിക്കുന്ന അല്ലെങ്കിൽ നിയമം പറയുന്ന രീതിയിൽ ജീവിക്കുന്ന ഒരാളായിരുന്നില്ല സിനിമയിലെ അബൂക്കയുടെ കഥാപാത്രങ്ങൾ കൂടുതലും. എന്നാൽ എത്ര പേർക്ക് അറിയുന്നറിയില്ല, യഥാർത്ഥ ജീവിതത്തിൽ അബൂക്ക ഒരു നിയമപാലകനാണ്. പോലീസായിരുന്നു, ഇപ്പൊ റിട്ടയർ ആയി. ഞാൻ പറഞ്ഞ അബൂക്ക പോലീസ് ആയിരുന്നു. എവിടത്തെ പോലീസ് ആയിരുന്നു? വയനാടാണ്. റിട്ടയർ ആവുന്ന സമയത്ത് എന്ത് പോസ്റ്റ് ആയിരുന്നു? സബ് ഇൻസ്പെക്ടർ. വയനാട് സബ് ഇൻസ്പെക്ടർ ആയിട്ട് റിട്ടയർ ആയിട്ടുള്ള ഒരു നിയമം പാലിക്കുന്ന, നിയമത്തിന് വേണ്ടി പോരാടുന്ന ഒരാളാണ് സിനിമയിൽ ചെന്ന് കഴിയുമ്പം ഉള്ള കൊള്ളരുതായ്മ മുഴുവൻ കാണിക്കാൻ ആൾക്കാർ വിളിച്ചോണ്ടിരുന്നത്. അപ്പോ ആദ്യ സമയത്ത് അബൂക്കയ്ക്ക് അതൊരു വിഷമം തോന്നിയിട്ടുണ്ടോ? ഇല്ല, സിനിമയിലുള്ളത് നമ്മൾ അഭിനയിക്കുന്നതാണല്ലോ. ആ ക്യാരക്ടർ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മള് ഒരു കഥാപാത്രം കിട്ടി അത് അവതരിപ്പിക്കുമ്പോൾ ചിലപ്പോൾ തിയേറ്ററിൽ നിന്ന് അടിക്കടാ, അവനെ കൊല്ലടാന്നൊക്കെ പറയുമ്പോൾ ആ പറയുന്നതാണ് നമ്മുടെ ആ കഥാപാത്രം വിജയിപ്പിക്കുന്നത്. പിന്നെ മാത്രമല്ല, വില്ലൻ റോൾ ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ടീനേജ് ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും കൂടുതലും ആരാധകരുള്ളത്. പിന്നല്ല. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ വിശേഷം, ഞാൻ അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന മമ്മൂക്ക ചിത്രത്തിൽ ഭീഷ്മപർവത്തിൽ അടിപൊളി ഒരു റോള് ചെയ്തിട്ടുണ്ട്. ഞാനായിട്ട് പറയാം, ഞാൻ ഭീഷ്മപർവത്തിന്റെ ലൊക്കേഷനിൽ ചെന്നപ്പോ അവിടെ ആ ഗെറ്റപ്പില് അബൂക്ക ഇങ്ങനെ നിൽക്കുകയാണ്. അത് 80കളിലൊക്കെ നടക്കുന്ന ഒരു കഥയാണ്. ആ കഥയിലെ ഒരു കിഡിലൻ ക്യാരക്ടറാണ് ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമ വരുമ്പോൾ നമുക്ക് അബൂക്കേനെ നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നത്. എന്തുമാത്രം തമാശ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അബൂക്ക. ജീവിതത്തിൽ മൊത്തത്തിൽ തമാശ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. ഗൗരവവും കാര്യമൊക്കെ ഉണ്ടെങ്കിലും തമാശയാണ് കൂടുതൽ ഇഷ്ടം. ബോഡി സംരക്ഷണത്തിന്റെ പരിപാടി എങ്ങനെയാണ്? ഇപ്പോഴും വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെ കൃത്യമാണോ? വർക്കൗട്ട് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അത് വളരെ കാലം മുമ്പ് തന്നെ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഏതാണ്ട് ഏത് വയസ്സിലാണ് വർക്കൗട്ട് തുടങ്ങിയത്? 20 വയസ്സിന് ശേഷമാണ് വർക്കൗട്ട് തുടങ്ങിയത്. പക്ഷെ ശരിക്കും എന്താ പറയേണ്ടത്, വളരെ ഫലപ്രദമായ രൂപത്തിൽ ചെയ്യാൻ തുടങ്ങിയത് 22 വയസ്സിലാണ്. ടൈറ്റിൽസ് ഉണ്ടല്ലോ, എന്തൊക്കെയാണത്? ഞാൻ 1981 മിസ്റ്റർ കോഴിക്കോട്, 82 മിസ്റ്റർ കേരള, 83 മിസ്റ്റർ സൗത്ത് ഇന്ത്യ, 84 മിസ്റ്റർ ഇന്ത്യ, വീണ്ടും 92 വീണ്ടും മിസ്റ്റർ ഇന്ത്യ കിട്ടി. ആ വർഷം എനിക്ക് ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടി. മിസ്റ്റർ ഏഷ്യ മത്സരത്തിൽ പങ്കെടുത്തു. നമ്മള് സിനിമയില് വിദേശത്ത് റോക്കും ശ്വാസനഗറും ഒക്കെ ഒരുപാട് ആളുകള് ബോഡി ബിൽഡിംഗ് അവരുടെ മത്സരങ്ങളിൽ പ്രൈസ് കിട്ടിയിട്ടുള്ള, നമ്മുടെ പല മിമിക്രിന്ന് സിനിമയിലെത്തി അങ്ങനൊന്നും അല്ല. ബോഡി ബിൽഡേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേര് ഹോളിവുഡില് പിന്നീട് വലിയ താരങ്ങളായിട്ടുണ്ട്. അബൂക്കയുടെ DP കണ്ടാല് അതിൽ അദ്ദേഹം കൂടെ നിൽക്കുന്നത് അബൂക്കയും അർണോൾഡ് ശ്വാസനഗറും കൂടെ ഒന്നിച്ച് നിൽക്കുന്ന ഫോട്ടോയാണ്. തമാശല്ല, അതെവിടെ വെച്ചാണ് കണ്ടത് കാര്യങ്ങളൊക്കെ? അത് അദ്ദേഹം ഫിലിമിന്റെ തമിഴിലെ വിക്രമിന്റെ ഫിലിമിന്റെ ഓഡിയോ ലോഞ്ചിന് വന്നായിരുന്നു. അപ്പോൾ മീറ്റ് ചെയ്തു. അപ്പൊ അബൂക്ക ചെന്ന്, ഞാൻ വിക്രം എന്നോട് പറഞ്ഞു ഇങ്ങനെ അർണോൾഡ് വരുന്നുണ്ട്, ഇക്ക വരണം എന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ച് വിക്രം ക്ഷണിച്ചിട്ടാണ് ഞാൻ പോയത്. അയ്യിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല. അയ്യിൽ അഭിനയിച്ചിട്ടില്ല. പക്ഷെ അയ്യുടെ ഓഡിയോ ലോഞ്ച് വന്നപ്പോ തമിഴ് നടൻ വിക്രം അബൂക്കനെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് വന്നം
അർണോൾഡ് വരുന്നുണ്ട്, ചെറിയ പരിപാടി ഉണ്ടെന്ന്. അതിന്റെ ഒരു കാര്യം വിക്രത്തിനെ ജിമ്മിൽ കൊണ്ടുപോകാൻ പറഞ്ഞതോ പോയത് അങ്ങനെ എന്തോ ഒരു. അതെ അതെ, വിക്രം പിന്നെ ഒരുപാട് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഞാൻ ആർണോൾഡിന്റെ വലിയ ഫാനാണ്. ഞാൻ എന്റെ റോൾ മോഡൽ അദ്ദേഹമാണെന്നുള്ളതൊക്കെ വിക്രമിനെ അറിയാം. അതുകൊണ്ടാണ് വിളിച്ചത്. വിക്രം പൊതുവേദിയിൽ പറഞ്ഞു, എന്റെ ബോഡി എനിക്ക് ശരിയാക്കണം, നന്നാക്കണം എന്ന് ആദ്യം തോന്നി തുടങ്ങിയത് അബുക്കേനെ കണ്ടതിന് ശേഷമാണെന്ന് വിക്രം പൊതുവേദിയിൽ മൈക്കെടുത്ത് വെച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഇപ്പൊ നമ്മളോടൊപ്പം നിൽക്കുന്ന ഈ അബുക്ക. ഒപ്പം ഞാൻ ഗാനഗന്ധർവൻ എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയിൽ അബുക്ക ഒരു സീനേ ഉള്ളൂ. പക്ഷെ ആ സീൻ വളരെ പ്രസക്തമായ ഒരു സീനാണ്. മമ്മൂക്ക ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം പറയുന്ന ഒരു കഥാപാത്രമാണ് ചെയ്തത്. അബുക്ക അത് വന്ന് വളരെ ഗംഭീരമായിട്ട് ആ സിനിമയിലും ഗംഭീരമായിട്ട് ചെയ്തിട്ട് പോയിട്ടുള്ള ഒരാളാണ്.